ഇന്നത്തെ നമ്മുടെ റെസിപ്പി വെറും 3 ചേരുവ വെച്ചുകൊണ്ട് വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളി പലഹാരത്തിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ അതെങ്ങനെയാണെന്നൊന്ന് പെട്ടെന്ന് തന്നെ വീഡിയോ കണ്ടു നോക്കാം. അപ്പോൾ ഒരു 4-5 മിനിറ്റിൽ മാവ് റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ബൗളിലേക്ക് 1/2 കപ്പ് തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പുളിയില്ലാത്ത തൈരാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതിലേക്ക് ഞാൻ 1/2 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നുണ്ട്, സോഡാപ്പൊടി. എന്നിട്ട് ഇത് രണ്ടും കൂടി നല്ല പോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കണം. നല്ല പോലെ മിക്സ് ആയതിന് ശേഷം ഞാൻ ഇതിലേക്ക് 1/2 കപ്പ് അളവിൽ മൈദാമാവ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് നല്ലൊരു ഫ്ലേവറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ചെറിയ ജീരകം, ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് കൈവച്ച് കുഴച്ചെടുക്കേണ്ട ആവശ്യമില്ല. നമുക്കൊരു ഫോർക്കോ വിസ്കോ ഉണ്ടെങ്കിൽ നല്ല പോലെ മിക്സ് ചെയ്തെടുത്താൽ മതി. കൈവച്ചിട്ട് ചെയ്യുകയാണെങ്കിലും പ്രശ്നമില്ല. അത്യാവശ്യം നല്ല ലൂസായിട്ടുള്ള മാവ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഫോർക്കൊക്കെ വെച്ചിട്ട് ചെയ്യുന്നതായിരിക്കും ഈസി. അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കാനും മറക്കരുതേ. നല്ലപോലെ മിക്സ് ആക്കിയതിന് ശേഷം നമുക്കൊരു അരമണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം. അതിന് ശേഷം ഞാൻ അതിലേക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ 1-2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടി ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് നമുക്ക് സ്പൂൺ വെച്ചിട്ട് കോരി വെച്ചിട്ടോ അല്ലെങ്കിൽ നമ്മളെ കൈ കൊണ്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് നുള്ളി ഇട്ട് കൊടുത്താലോ മതി. നല്ല തിളച്ച എണ്ണയിലിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അത്ര മാത്രമേ ഉള്ളൂ. നമ്മൾ ചായയൊക്കെ തിളയ്ക്കുന്ന സമയം കൊണ്ട് തന്നെ ഒരു 2 മിനിറ്റ് കൊണ്ട് തന്നെ മാവ് റെഡിയാക്കി എടുക്കാൻ വേണ്ടി പറ്റും. കൈയൊന്ന് വെച്ച് കുഴച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നല്ല ഗോൾഡൻ കളർ ആവുന്ന സമയത്ത് നമുക്ക് കോരി മാറ്റാം. ഇതൊരു ചട്നീൻ്റെ കൂടെ സെർവ് ചെയ്യുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും. അപ്പോൾ ഇതുപോലെ ഇതുവരെ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ പ്ലീസ് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇതുപോലത്തെ പുതിയ വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ. താങ്ക് യു.